അന്നേരം നമുക്കിന്നൊരു കൊഞ്ചുതീയിൽ വെച്ചാലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് തേങ്ങയില്ലേ അത് വറുത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് പെരുംജീരകം കൂടെ മാത്രം ഇട്ടും ചൂടാക്കും. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള കഷ്ണങ്ങളും കൂടെ അരിഞ്ഞ് വെച്ചിട്ട് അത് കഴിഞ്ഞ് ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ പിന്നെ കടുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഈ തീയലിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കുഞ്ഞുള്ളിയല്ലേ. ഈ കുഞ്ഞുള്ളി എനിക്കിവിടെ ഒരു തമിഴ് ചേച്ചി കൊണ്ടു തന്നെയാണ്. അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുഞ്ഞുള്ളി കേട്ടോ. അന്നേരം ചേച്ചി കൊണ്ടു തന്നെയാണ്. അന്നേരം ഞാൻ കുഞ്ഞുള്ളിയും കിഴങ്ങും മറ്റേ ഈ പച്ചമുളകും ഉണ്ടല്ലോ അതും കൂടെ തന്നെ ഇട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കും. അങ്ങനെ കുഞ്ഞുള്ളിയും കിഴങ്ങും എല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് തക്കാളി ഇല്ലേ, ഞാൻ പുളി ഉപയോഗിക്കത്തില്ല കേട്ടോ, തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. അന്നേരം അതും കൂടെ കുനുകുനാന്നും പറഞ്ഞ് അതും കൂടെ ഒന്ന് അതിനകത്തോട്ടൊന്ന് അരിഞ്ഞിടുവേ. അങ്ങനെ തക്കാളിയും കൂടെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കൊഞ്ചില്ലേ, കൊഞ്ചും കൂടെ ഒന്ന് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് മൂടി വെക്കും. അതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി ഒന്ന് വേഗം. ആ സമയം കൂടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ അതൊന്ന് അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കണ്ടോ ഇതുപോലെ. അപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണമില്ലേ അതെല്ലാം അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പില്ലേ അതും പിന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള ഉപ്പ് ഇട്ടിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. എന്നിട്ടത് മൂടി വെച്ചൊരു 10-15 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് എണ്ണ എല്ലാം തെളിഞ്ഞ് മണ്ടയ്ക്ക് വരും കണ്ടോ. അപ്പോൾ ഇതേ കൂട്ട് നല്ല പെട്ടെന്ന് തന്നെ കൊഞ്ചും തീയൽ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ്. അന്നേരം എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി, ബൈ.